രാജു പി നായർ ഇവിടെ ശ്രീ കാരശ്ശേരി മാഷ് പറഞ്ഞു കഞ്ചൻ ഗുപ്ത എന്ന് പറയുന്ന സംഘപരിവാർ അനുകൂല മാധ്യമപ്രവർത്തനം. ഇപ്പോൾ അദ്ദേഹം ഈ PIBയുടെ സീനിയർ അഡ്വൈസർ എന്തോമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വേർ വാസ് ദ ഇന്ത്യ എഡിറ്റേഴ്സ് ഗിൽഡ് എത്തിക്സ് when day after day R. Rajagopal ran a toxic campaign against Modi government not to critique it but indulge in ad hominem vitriolic abuse. Remember how Smriti Irani was labelled anti-national in a front page banner headline, roll your outrage and smoke it. എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ വളരെ അടുത്ത് നിൽക്കുന്ന ആൾ പറയുകയാണ് രാജഗോപാൽ അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോൾ ശ്രീ PR ശിവശങ്കർ നേരത്തെ പറഞ്ഞ തികച്ചും സാങ്കേതിക പ്രശ്നം മാത്രമല്ല, മറ്റു ചില കാരണങ്ങളിലുണ്ട്. അല്ലല്ല, ഇത് സാങ്കേതിക പ്രശ്നമൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, എല്ലാം സാങ്കേതിക തികവോടുകൂടി അല്ലല്ലോ രാജ്യത്ത് നടക്കുന്നത്. ഒരു ഗവൺമെന്റിന്റെ ഇന്റന്റ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ നടപടികളിലുള്ള സത്യസന്ധത എന്താണെന്നുള്ളത്, ഉദ്ദേശം എന്താണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും നാളും ഇത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പാസ്പോർട്ട് ആക്ട് പ്രകാരം തന്നെ സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ്, പക്ഷേ അത് പ്രീ കണ്ടീഷനാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ലഭിക്കണമെങ്കിലുള്ള പ്രീ കണ്ടീഷനാണ്. നിങ്ങൾ പ്രീ കണ്ടീഷനായിട്ട് പറയുന്ന എല്ലാ രേഖകളെയും നിങ്ങൾ വെട്ടിക്കളയുകയാണ്. ഡോക്യുമെൻ്റ് അല്ല എന്ന് പറയാം, ആധാർ അല്ല, ജനന സർട്ടിഫിക്കറ്റ് അല്ല, മറ്റൊന്നും നിങ്ങൾ ഡോക്യുമെൻ്റ് അല്ല. അങ്ങനെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ പാസ്പോർട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുക? അതങ്ങനെ അതിന് ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമായിട്ടൊരു ഇതുണ്ടോ? പ്രീ കണ്ടീഷനായിട്ട് സിറ്റിസൺഷിപ്പ് പറയുന്നൊരു ഡോക്യുമെൻ്റ്, അതിന് എക്സെപ്ഷൻ ഉള്ളത് വളരെ ഇതായിട്ടുള്ള കേസ് മാത്രമേ ഉള്ളൂ. അതല്ലാതില്ല. ആ പ്രശ്നം എവിടെയാണ്? ഇപ്പോൾ 2013 ബോംബെ ജഡ്ജ്മെൻറ്റ് വന്നു. 2013 ബോംബെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തേണ്ട നടപടികളാണ് 2014 വന്ന നരേന്ദ്രമോദി എടുക്കേണ്ടത്. ഇന്ത്യൻ ദേശം ഇല്ല, ഇന്ത്യ ഈ ലോകത്ത് മുഴുവൻ അഭിമാനമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ക്യാമ്പയിൻ ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പാസ്പോർട്ടിന് ബോംബെ ജഡ്ജ്മെന്റ് വായിക്കുന്നതിലെ പ്രശ്നമുണ്ട് രാജു പി നായർ. ആ ബോംബെ ജഡ്ജ്മെന്റ് യഥാർത്ഥത്തിൽ പാസ്പോർട്ട് ഇൻവാലിഡ് ആണെന്ന് പറയുന്നില്ല, അത് ടെർമിനേറ്റ് ചെയ്ത പാസ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ആ കേസിൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു പാസ്പോർട്ട് എന്നാണ് പറയുന്നത്. അത് നമുക്ക് പാസ്പോർട്ട് രേഖയല്ല എന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞു എന്ന് ആധികാരിക പറയാൻ കഴിയില്ല. ആ വിധി വായിച്ചത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. ഇല്ലില്ല, അല്ലല്ല ഹാഷ്മി, ഞാൻ പറഞ്ഞത് ഇവർ സാങ്കേതികമായിട്ട് പറയുന്നത് 65 ആക്ടാണ്. 65 ആക്ടിൽ പറയുന്നത് എന്താ? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒരു പ്രീ റിക്വയർമെന്റ് ആണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തവർക്ക് പാസ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. എക്സെപ്ഷണൽ കേസ് രാജ്യം തീരുമാനിക്കുന്നതിലാണ്. അതിപ്പോൾ ചിലപ്പോൾ അഭയാർത്ഥികളായിട്ട് വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അസൈലം തേടുന്ന ഒരാളായിരിക്കാം. അത് ഗവൺമെന്റ് തീരുമാനിക്കുന്ന സ്പെസിഫിക് കേസുകൾ, അത് എക്സെപ്ഷനാണ്. മറ്റുള്ള എല്ലാ പാസ്പോർട്ടിനും സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് പ്രീ റിക്വയർമെന്റ് ആണ്. അതിനെ എങ്ങനെയാണ് തള്ളിക്കളയാൻ പറ്റുക? അപ്പോൾ പ്രീ റിക്വയർമെന്റ് കൊണ്ട് കിട്ടുന്ന ഒരു സംഭവം പിന്നെ ഡോക്യുമെന്റ് അല്ല എന്ന് പറയും. ഞാൻ പറഞ്ഞ ഒരു ലീഗൽ കൺഫ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ജനങ്ങളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ സർക്കാർ എടുക്കേണ്ട നടപടികളായിരുന്നു. അതെടുത്തിട്ടില്ല. പകരം എന്താ ഇവർ ചെയ്യുന്ന ഇവരുടെ വഴിക്കാണ്. ഇവരിതെല്ലാം അവസാനം കൊണ്ടുവന്ന് എത്തിക്കാൻ നോക്കുന്നത് NRCയിലാണ്. ആ NRC ഡോക്യുമെന്റ് ആണ് ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ, അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രം എന്നുള്ള RSSന്റെ സ്വപ്നത്തിന്റെ ഏറ്റവും വലിയ ടൂൾ, ആയുധം എന്ന് പറയുന്നത് NRC ആണ്. അതിലേക്കാണ് ഇത് മുഴുവൻ കൊണ്ടുവരുന്നത്. അമിത്ഷാ റിപ്പീറ്റഡ്ലി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ NRC നടപ്പാക്കും, ഞങ്ങൾ എന്തു ചെയ്താലും NRC നടപ്പാക്കും എന്നുള്ളത് ഒരിക്കലും പാറാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിൽക്കുന്നതിന്റെ കാര്യം എന്താ? അതിലൂടെ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ആയുധമാണ് NRC. അതിലേക്ക് എത്തിക്കുകയാണ് ഇത് മുഴുവൻ. ശ്രീ രാജഗോപാലിന്റെ വിഷയം മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മാത്രം വിഷയമല്ല. SIR ഉൾപ്പെടെ മുഴുവൻ ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീ ശിവശങ്കരൻ കേരളത്തിലിരുന്നുകൊണ്ട് ഞാൻ ഇത്ര ആൾക്കാരെ കയറ്റി മുസ്ലിങ്ങൾക്കും ഇത് കൊടുത്തു, അത് അങ്ങയ്ക്ക് ഈ സംസ്ഥാനം മതേതരമായിട്ട് നിലനിൽക്കുന്നതിൻ്റെ ബെനിഫിറ്റാണ് അങ്ങയ്ക്ക്. അല്ലെങ്കിൽ കേരളത്തിലുള്ള മനുഷ്യർക്ക് ലഭിച്ചത് ഈ സംസ്ഥാനം ഇന്നും RSSന് പിടിക്കാൻ കഴിയാത്ത, പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായിട്ടും ജനതയായിട്ടും നിലനിൽക്കുന്നതിൻ്റെ ബോണസാണ് അങ്ങേക്ക് കിട്ടിയത്. അങ്ങയുടെ അവസ്ഥയല്ല വെസ്റ്റ് ബംഗാളിൽ, അങ്ങയുടെ അവസ്ഥയല്ല മഹാരാഷ്ട്രയിൽ, അങ്ങയുടെ അവസ്ഥയല്ല UPയിൽ. അവിടെയെല്ലാം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.